രണ്ടാം ലോക മഹായുദ്ധമൊക്കെ നടക്കുന്ന സമയത്തുണ്ടല്ലോ ഇംഗ്ലണ്ടിൽ ഉപയോഗത്തിലുണ്ടായിരുന്ന ഒരു ബങ്കറാണ് എൻ്റെ ഈ പുറകെ കാണുന്നത്. അതുപോലെ ഈ ബങ്കർ സ്ഥിതി ചെയ്യുന്ന വില്ലേജ് ഉണ്ടല്ലോ യൂറോപ്പിലെ തന്നെ ഏറ്റവും വേഗം കടലെടുത്ത് പോകുന്ന സ്ഥലങ്ങളൊന്നും. 1940കളിലെ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്തെ ജർമ്മൻ അധിനിവേശം തടയാനായിട്ട് ബ്രിട്ടനിൽ അങ്ങിങ്ങായിട്ട് നിർമ്മിച്ചിരുന്ന പിൽബോക്സ് എന്നറിയപ്പെടുന്ന ഒരു തരം ബങ്കറുകളിൽപ്പെട്ട ഒന്നാണിത്. ശത്രുക്കളെ നിരീക്ഷിക്കാനും അവർക്ക് നേരെ വെടിയുതിർക്കാനും ഒക്കെ ഉണ്ടല്ലോ പ്രത്യേകം സജ്ജീകരണങ്ങളുള്ള ഒരു ഹോളുകൾ ഇത്തരത്തിലുള്ള ബങ്കറുകളിൽ നമുക്ക് കാണാനാവുന്നുണ്ട്. ഈ ബങ്കറിന്റെ ഉള്ളിൽ വെള്ളം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? പണ്ടൊക്കെ തീരത്ത് നിന്ന് ഒരുപാട് ദൂരെയായിരുന്നു ഇത്തരത്തിലുള്ള ബങ്കറുകൾ നിർമ്മിച്ചിരുന്നത്. പക്ഷെ ഇന്ന് കടലിനോടൊപ്പമായി എന്ന സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത് പോലും. ഇംഗ്ലണ്ടിലെ സ്കിപ്സി എന്ന പ്രദേശത്തുള്ള മിക്ക റോഡുകളും അവസാനിക്കുന്നത് പോലും കടലിലേക്കാണ് എന്ന സാഹചര്യം നമുക്ക് ഇവിടെ കാണാനാവും. കാരണം ഓരോ വർഷവും 2 മീറ്ററിനധികം കരഭൂമി കടലായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. റോമൻ കാലഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ ഈ തീരത്ത് നടന്ന 30-ലധികം വരുന്ന ഗ്രാമങ്ങളാണ് ഇപ്പൊ കടലിന് അടിയിലായിട്ടുള്ളത്. മണ്ണൊലിപ്പിന്റെ ഭാഗമായിട്ട് യൂറോപ്പിൽ തന്നെ ഏറ്റവും വേഗത്തിൽ കരഭൂമി കടലാകുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് സ്കിപ്സി. കാലാവസ്ഥാ വ്യതിയാനവും മറ്റു കാരണങ്ങളൊക്കെ ആയിട്ട് പ്രകൃതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോണ്ടല്ലോ നേരിട്ട് അനുഭവിച്ച് അറിയുമ്പോൾ വല്ലാത്തൊരു അത്ഭുതം തന്നെ നമുക്ക് തോന്നും. ഒരു കാലത്ത് യുദ്ധത്തെയും അതിജീവനത്തെയൊക്കെ ഉണ്ടല്ലോ ഇതേ മണ്ണിൽ നിന്ന് അടുത്തറിഞ്ഞ അതേ മനുഷ്യൻ തന്നെ ഇന്ന് പ്രകൃതിയോട് ഏറ്റുമുട്ടാൻ നിൽക്കാതെ അംഗീകരിക്കുക മാത്രമാണ് ചെയ്യാനുള്ളൂ എന്ന് ഇവിടുത്തെ സാഹചര്യം വ്യക്തമായി നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്.